ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രാമേഴ്സ് റൂളായിരുന്നു ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കിവിടെ ചെയ്യാനുണ്ട്. അത് വളരെ സിമ്പിളാണ്. നമ്മൾ ക്രാമേഴ്സ് റൂളിൻ്റെ അത്ര ടൈറ്റ് അല്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്യണം. ഇതോടെ മെട്രിക്സ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രാമേഴ്സ് റൂൾ ചെയ്തത് ഏപ്രിൽ 2022 ചോദിച്ചതാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Question: solve the following system of equation using inverse of coefficient matrix 5x minus y equal to 3, 4x plus 2y equal to minus 1. 5x minus y equal to 3, 4x plus 2y equal to minus 1. ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞത് നോക്കുക. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ക്രാമേഴ്സ് റൂളാണോ അതോ ഇൻവേഴ്സ് മെത്തേഡാണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞു നോക്കൂ. സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇൻവേഴ്സ് ആണെങ്കിൽ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വെക്കണം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയും ബിയും കണ്ടുപിടിക്കണം. നമുക്കിത് അറിയില്ല. വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്കിത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമാണ്. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലാണ് നിങ്ങൾക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് രണ്ട് വേരിയബിൾ? ഒന്ന് എക്സും രണ്ട് വൈയും. ആദ്യം എക്സിൻ്റെ കോയിഫിഷ്യൻസ് എഴുതുക. ഏതൊക്കെയാണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 5. ആദ്യത്തെ ഇക്വേഷനിൽ വൈയുടെ കോയിഫിഷ്യൻ്റ് -1 ആണല്ലോ. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻസ് എഴുതുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4, വൈയുടെ കോയിഫിഷ്യൻ്റ് 2 ആണല്ലോ. എഴുതിയല്ലോ. ഇത് നമ്മൾ എന്തെഴുതി? ഒരു മാട്രിക്സിലേക്കാക്കി മാറ്റി. ഇൻറ്റു ഈ ഒരു എക്സും വൈയും ഒരു കോളമായിട്ട് എഴുതുക. എക്സും വൈയും ഒരു കോളമായിട്ട് എഴുതുക. ബാക്കിയുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 3യും -1ഉം ഈക്വൽ ടു ഇട്ടിട്ട് 3 -1 എന്ന് എഴുതുക. 3യും 1ഉം ഒരു കോളമായിട്ട് നമ്മൾ എഴുതി. എന്താണ് ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആണല്ലോ. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റും കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഒന്ന് ചെയ്തു നോക്കാം. 5 × x 5x ആണല്ലോ. -1 × y -y ഈക്വൽ ടു എന്താണ്? 3. ഇത് തന്നെയല്ലേ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ? അതാണ് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതി വെച്ചത്. ഇത് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിലെ വാരിയബിൾസ് എത്ര എണ്ണം ഉണ്ട് എന്ന് ആദ്യം നോക്കുക. ഇവിടെ നമുക്ക് 2 വാരിയബിളാണ് ഉള്ളത്. ഒന്ന് എക്സ്, 2 വൈ. ഒന്ന് എക്സ്, അതേപോലെ രണ്ടാമത്തത്
വൈ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻസ്, ആദ്യത്തെ ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻസ് ഇവിടെ എഴുതുക. രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻസ് എഴുതി വെച്ചു. എക്സും വൈയും കോളമാക്കിയിട്ട് എഴുതി. ഇതേപോലെ ഈക്വൽ ടു ഭാഗത്തുള്ള രണ്ട് നമ്പറുകളെയും കോളമാക്കിയിട്ട് എഴുതുക. ഈ ഒരു മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഈ ഒരു മെട്രിക്സിനെയാണ് ബി എന്നും പറയുന്നത്. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി, ബി എന്ന് പറയുന്ന മെട്രിക്സും കിട്ടി. ഈ എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിനെയാണ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ നമ്മൾ എഴുതിയ എല്ലാ എലമെൻറ്റുകളും എന്തിൻ്റെ കോഎഫിഷ്യൻസാണ്? എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തോ പറയുന്നത്? കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. ഇതൊന്നും ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ പറയുന്ന സ്മോൾ എക്സും വൈയും കണ്ടുപിടിക്കണം. ആ എക്സും വൈയും കണ്ടുപിടിക്കാൻ നമ്മളോട് ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ ഞാൻ തൽക്കാലം എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒന്നിങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. 5 - 1 4 2 ആണല്ലോ. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ വരുന്നത്? 3 - 1 3 - 1. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ എ ഇൻവേഴ്സ് കാണണം അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഇക്വേഷൻ പ്രകാരം ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതണം? എ ഇൻവേഴ്സ് കാണണം. എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? എ ഇൻവേഴ്സ് ഈക്വൽ ടു adjoint of A divided by determinant of A. Adjoint of A divided by determinant of A. എങ്ങനെയായിരുന്നു അഡ്ജോയിൻറ്റ്? ഇത് എ ഇൻവേഴ്സ് കാണുമ്പോൾ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. തന്ന മെട്രിക്സ് സിംഗുലാർ ആണോ എന്ന് നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 - 1 4 2. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലാർ ആവുക, അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സിൻ്റെ വാല്യൂ എപ്പോഴാണോ നോൺ സീറോ ആവുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടെത്താം. 5 × 2 10 ആണല്ലോ, -1 × 4. അപ്പം എന്ത് വരും? 10 - -4. So our answer is 40. അപ്പോൾ എന്തായാലും എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 2/2 മെട്രിക്സ് ആണ് അല്ലേ? 2/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു അല്ലേ? അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. അതായത് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയാണുള്ളത്. ഡയഗണൽ എലമെൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 2ൻ്റെ പൊസിഷനിൽ 5. ഏതൊക്കെയാണ് ഡയഗണൽ എലമെൻറ്റുകൾ? 5ഉം 2 ആണ് ഇവിടെ ഡയഗണൽ അല്ലേ? ആ ഡയഗണൽ എലമെൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതായത് 5ൻ്റെ പൊസിഷനിൽ 2ഉം 2യുടെ പൊസിഷനിൽ 5ഉം. ബാക്കിയുള്ളതിൻ്റെ സൈൻ അങ്ങോട്ട് മാറ്റുക. -1ന് പകരം 1 ആക്കുക, 4ന് പകരം -4 ആക്കി. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് എന്ത് കിട്ടണം? എ ഇൻവേഴ്സ് കിട്ടണം. എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 1 -4 5 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എ ഇൻവേഴ്സ് ഇതിപ്പോൾ അഡ്ജോയിൻ്റ് അല്ലേ? അഡ്ജോയിൻ്റ് ആണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് കാണണം? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി എങ്ങനെ കണ്ടുപിടിക്കും? ഈ 14നെ ഞാൻ ഇതൊന്ന് ആദ്യം പുറത്തേക്ക് എടുക്കുകയാണ്. 1/14 ഇൻറ്റു ഇവിടെ എ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലോ, 2 1
-4 5. ഒരു മിനിറ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം എന്ത് വരും? 1/14 ഇൻറ്റു എന്ത് വരും? 2 1 -4 5 അല്ലേ? ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സംഗതി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇൻറ്റു ബി. ബി എത്രയാണ് വരുന്നത്? മാട്രിക്സ് ബി ഏതാ? ബി വരുന്നത് 3 - 1 അല്ലേ? 3 - 1 ആണ് ബി വന്നിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? 1/14 അവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോവാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എങ്ങനെ വരും? 2 × 3 അല്ലേ? പ്ലസ് 1 × -1. 2 × 3 അതേപോലെ തന്നെ പ്ലസ് 1 × -1. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണല്ലേ? ഇതേപോലെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും, അതായത് -4 × 3 പ്ലസ് -4 × 3 പ്ലസ് 5 × -1. 5 × -1. ഇപ്പം എന്ത് വരും? 1/14 ഇൻറ്റു ഇവിടെ 6 പ്ലസ് -1 -1 ഇവിടെ -12 പ്ലസ് -5. സോ 6 പ്ലസ് -1 5 അല്ലേ? 1/14 ഇൻറ്റു 5 -12 പ്ലസ് -5 -17 അല്ലേ? -7. ഇപ്പം 1/14 ഇൻറ്റു 5 -17 കിട്ടിയോ? അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ ഏതാ വരിക? എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 5/14. വൈ എന്ന് പറഞ്ഞാൽ -17/14 അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ 5/14 വൈ എന്ന് പറഞ്ഞാൽ -17/14. കിട്ടിയോ? വളരെ സിമ്പിളൊരു ഭാഗമാണിത്. പ്രത്യേകിച്ചൊന്നും നമുക്കിതിൽ ചെയ്യാനില്ല. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. നന്നായിട്ട് മനസ്സിലാവാത്തവർ ഒന്ന് കൂടെ പിടിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് കോഎഫിഷ്യൻറ്റ് മാട്രിക്സ് 5x - y = 3 ആൻഡ് 4x + 2y = -1. ചോദിച്ചത് ഏപ്രിൽ 2023, അതായത് കഴിഞ്ഞ വർഷം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പറഞ്ഞത് എന്ന് ആദ്യം നോക്കുക. ക്രാമേഴ്സ് റൂൾ ആണെങ്കിൽ നമുക്കറിയാം എക്സും വൈയും സെഡും അടങ്ങുന്ന കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡായിരുന്നു Δ1, Δ2, Δ3, ഡെൽറ്റ. ഇതെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നു. ഇവിടെ ക്രാമേഴ്സ് അല്ല പറഞ്ഞത്. ക്രാമേഴ്സ് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഇൻവേഴ്സ് മെത്തേഡ്. ഇൻവേഴ്സ് മെത്തേഡിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് മെട്രിക്സിലെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ആ ഇക്വേഷനാണ് ഈ ഒരു സംഭവം. അതായത് എക്സ് = A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. എക്സ് = A ഇൻവേഴ്സ് ഇൻറ്റു ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൽ എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ഈക്വൽ ടുവിൻ്റെ ഈക്വൽ സൈനിൻ്റെ മുമ്പിലുള്ള ഭാഗം, അതായത് ഇവിടെ ഈക്വൽ സൈനിന് മുമ്പിലുള്ള ഭാഗം ഏതാ? 5x - y. ഇവിടെ ഈക്വലിന് മുമ്പിലുള്ള ഭാഗം 4x + 2y ആണ് അല്ലേ? അപ്പോൾ ഈ 5x - yയിലെ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ആദ്യത്തെ റോ ആയിട്ട് എഴുതുക. ഇവിടെ നോക്കൂ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5, വൈയുടെ കോഎഫിഷ്യൻറ്റ് -1.
ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിലും ഈക്വൽ ടുവിൻ്റെ മുമ്പിലുള്ള ഭാഗം എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4, വൈയുടെ കോയിഫിഷ്യൻ്റ് 2 എന്ന് നമ്മൾ എന്താക്കി ഇവിടെ എടുത്തെഴുതി. ഇൻറ്റു ഇവിടെ 2 കോയിഫിഷ്യൻസ് ആയതുകൊണ്ട് എക്സും വൈയും 2 കോയിഫിഷ്യൻസ്, അതിനെ കോളമാക്കിയിട്ട് എഴുതാം. അതിനുശേഷം ഈക്വൽ ടുവിന് ശേഷമുള്ള നമ്പേഴ്സ്, അതായത് 3ഉം -1ഉം എന്താക്കി ഈക്വൽ ടുവിന് ശേഷം ഒരു കോളമാക്കിയിട്ട് നമ്മൾ എഴുതി വെച്ചു. ഇതിൽ ആദ്യത്തെ മെട്രിക്സിനെ നമ്മൾ എ എന്നും അവസാനം കാണിക്കുന്ന ഈ ഒരു മെട്രിക്സ് ബി എന്നും ഡിനോട്ട് ചെയ്തു. കിട്ടിയല്ലോ. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ആ മെട്രിക്സിലുള്ളതെല്ലാം എന്താ, എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസാണ്. അതുകൊണ്ടാണ് അതിനെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് മെട്രിക്സ് സിംഗുലാർ ആണോ അതോ നോൺ സിംഗുലാർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിംഗുലാർ ആണെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ആദ്യം ചെക്ക് ചെയ്യുക മെട്രിക്സ് സിംഗുലാർ ആണോ അതോ നോൺ സിംഗുലാർ ആണോ എന്ന കാര്യം നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ഉറപ്പിച്ച് വെക്കണം. മെട്രിക്സ് ഈസ് ഐദർ സിംഗുലാർ ഓർ നോൺ സിംഗുലാർ. ഇതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം. മെട്രിക്സ് സിംഗുലാർ ആണോ അതോ നോൺ സിംഗുലാർ ആണോ എന്ന കാര്യം കൃത്യമായിട്ട് ഉറപ്പിക്കുക. നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ നോൺ സീറോ ആയ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. എ ഇൻവേഴ്സ് കാണാൻ നമുക്ക് പറ്റും. ഇത്തരം ക്വസ്റ്റ്യൻസിൽ പൊതുവെ നിങ്ങളുടെ സിലബസ് പ്രകാരം 2x2 മെട്രിക്സേ പൊതുവെ ചോദിക്കാറുള്ളൂ. 2x2 മെട്രിക്സ് ചോദിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അവിടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്തായിരുന്നു നമ്മൾ ട്രിക്ക് പറഞ്ഞത്, ഡയഗണൽ എലമെൻറ്റുകളെ പൊസിഷൻ മാറ്റുക, മറ്റ് 2 എലമെൻറ്റുകളുടെ സൈന് മാറ്റുക. മാറിപ്പോവരുത്. ഡയഗണൽ എലമെൻറ്റുകളുടെ പൊസിഷൻ മാറ്റുക, മറ്റ് 2 എലമെൻറ്റുകളുടെ സൈൻ മാറ്റുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് അല്ലേ. 5 - 1 4 2. എങ്ങനെ കണ്ടുപിടിച്ചു അഡ്ജോയിൻ്റ്? 5ഉം 2ഉം ആണ് ഡയഗണൽ എലമെൻറ്റുകൾ. അതിൻ്റെ പൊസിഷൻ മാറ്റി. 5ൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, 2യുടെ സ്ഥാനത്ത് 5 കൊടുത്തു. ഇതേപോലെ -1ഉം 4ൻ്റെയും സൈന് മാറ്റി. -1ൻ്റെ സ്ഥാനത്ത് മൈനസ് സൈൻ എന്താവും, പ്ലസ് ആവും. ഇവിടുത്തെ പ്ലസ് സൈന് മൈനസ് ആയി. അറിയാലോ. അവിടെ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ആ എ ഇൻവേഴ്സിനെ ഇവിടെ ബി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് കൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളുടെ ആൻസർ പക്ക ക്ലിയറായി കിട്ടി. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ ആണോ? മുന്നോട്ട് പോവാം. ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. 2022 ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സോൾവ് ദി ഇക്വേഷൻസ് 5x + 2y = 4 and 2x - y = 7 by finding the inverse of the coefficient matrix. അതായത് ഇൻവേഴ്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര കോഎഫിഷ്യൻസ് ഉണ്ട് നോക്കുക. നമ്മളുടെ സിലബസിൽ ഈ ഒരു മെത്തേഡേ പറയുന്നുള്ളൂ, അതുകൊണ്ട് 2 കോഎഫിഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ ഏതാ? 5x + 2y = 4. അതിൽ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ് നമുക്കറിയാം, വൈയുടെ കോഎഫിഷ്യൻ്റ് 2 ആണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാ? 2 ആണ് അല്ലേ. വൈയുടെ കോഎഫിഷ്യൻ്റോ -1. ഇത് ആദ്യത്തെ മെട്രിക്സ് ആക്കി എഴുതി. ഇനി ഞാൻ അടുത്ത പറഞ്ഞത് എന്താ? ഇതിലെ വാരിയബിൾസായ എക്സും വൈയും എങ്ങനെ എഴുതണം? കോളമാക്കിയിട്ട് എഴുതി. ബാക്കിയുള്ള എലമെൻറ്റുകളോ അതും കോളമാക്കിയിട്ട് എഴുതാം. അപ്പം ഈ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് റോസ് ആക്കിയിട്ടും ബാക്കിയുള്ളതെല്ലാം
കോളംസ് ആക്കിയിട്ടും എഴുതാം. കിട്ടിയല്ലോ. അപ്പം ഈ ഒരു മെട്രിക്സ് ആണ് എന്ത്, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ ഫോം എ എക്സ് ഈക്വൽ ടു ബി എന്നാണ്. എ എക്സ് ഈക്വൽ ടു ബി എന്നാണ് എന്ന് പറയാൻ കാരണം. മനസ്സിലാക്കി വെച്ചാൽ മതി, ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ എക്സ് കണ്ടുപിടിക്കണം അല്ലേ. ഈ എക്സ് എന്ന് പറയുമ്പം എക്സ് വൈ, ഇതാണ് എക്സ് ആയി നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എങ്ങനെ കണ്ടുപിടിക്കും എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ആദ്യം കണ്ടുപിടിക്കുക, ആ മെട്രിക്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. തന്നിരിക്കുന്ന മെട്രിക്സ് ആയ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയ 5 2 2 - 1ൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്, 5 2 2 - 1 ആണല്ലോ. എങ്ങനെ വരും? ഡയഗണൽ എലമെൻറ്റുകൾ 5 × -1 -5, 2 × 2 -4. അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടി? -9 എന്ന് കിട്ടി. -9 എന്ന് കിട്ടി. ഇപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. എങ്ങനെയാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആയതുകൊണ്ട് അതിലെ ഡയഗണൽ എലമെൻറ്റിൻ്റെ പൊസിഷൻ ആദ്യം മാറ്റുക. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജോയിൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്ജോയിൻ്റ് എഴുതാം. അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുമ്പം ഡയഗണൽ എലമെൻറ്റുകളുടെ പൊസിഷൻ മാറ്റുക. ഏതാ ഡയഗണൽ എലമെൻറ്റുകൾ? 5ഉം -1ൻ്റെ പൊസിഷൻ മാറ്റി. -1 5. ഇവിടെ രണ്ടിനും എന്ത് ചെയ്യുക? സൈന് ചേഞ്ച് ചെയ്യുക. സൈന് ചേഞ്ച് ചെയ്യുക. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇതാണ് എന്ത്? അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടിയോ? അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതാണ്. കിട്ടിയോ? -1 -2 -2 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. എത്ര അഡ്ജോയിൻറ്റ് ഓഫ് എ വരുന്നത്? -1 -2 -2 5. ഇതാണ് അഡ്ജോയിൻറ്റ്. ബൈ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ -9. കിട്ടിയോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. അതായത് എക്സും വൈയും കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അതാണ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എന്താണ് എ ഇൻവേഴ്സ് വരിക? -1 -2 -2 5 ബൈ -9 ഇൻറ്റു ബി. ബി എത്രയായിരുന്നു ഇവിടെ കിട്ടിയത്? 4ഉം 1ഉം. 4ഉം 1ഉം. 4ഉം 1ഉം. കിട്ടിയോ? 4ഉം 1ഉം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/9 അല്ലെങ്കിൽ 1/-9 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? -1 -2 -2 5 ഇൻറ്റു ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 4ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ചെയ്തു നോക്കാം. -1/-9 ഇൻറ്റു -1 ഇൻറ്റു 4 എന്ത് വരും? -4 -2 ഇൻറ്റു 2 -2 4ഉം 1ഉം അല്ലല്ലോ, 4ഉം 7 അല്ലേ. സോറി കേട്ടോ,
4ഉം 7ഉം ആണ്. 4ഉം 1ഉം അല്ല, 4ഉം 7ഉം. സോറി. -2 × 7 -14. -14. ഞാൻ 1 എന്നാണ് ഇവിടെ കൊടുത്തത്, സോറിയേ. ഇതും കൂടെ 7 ആക്കണേ. ഓക്കെ. സോ എന്ത് ചെയ്തു? -1 × 4 ചെയ്തു, -2 × 7 ചെയ്തു. ഇതേപോലെ അടുത്ത റോ -2 × 4. -2 × 4 8 -8 പ്ലസ് 5 × 7 35. കിട്ടിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-9 × -4 പ്ലസ് -14. എത്ര കിട്ടും? -18 അല്ലേ? ഇവിടെ -8 പ്ലസ് 35. 35ഉം 8ഉം പോയാൽ 27 അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടുതൽ പറയുന്നില്ല. സോ ബാക്കി എന്താ വരിക? ഈ പറയുന്ന -9 കൊണ്ട് ഇതിന് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -18/-9 അതേപോലെ 27/-9 അല്ലേ? -18/-9 എത്രയാണ് വരിക? 2 അല്ലേ? -18/-9 2. 27/-9 -3. ഇതാണ് ഏത്? എക്സ് അല്ലേ? നമ്മൾ നേരത്തെ എക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എക്സിനെ കോളമായിട്ട് എഴുതിയത് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2 - 3. 2 - 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ -3. എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ -3. എക്സിൻ്റെ വാല്യൂ 2, അതേപോലെ വൈയുടെ വാല്യൂ -3 എന്ന് കിട്ടി. ഓക്കെയാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാമേഴ്സ് റൂളിനേക്കാൾ കുറച്ചുകൂടി സിമ്പിൾ ഇതാണ്. പക്ഷേ ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ ആണല്ലോ? ഈ 2 പ്രോബ്ലംസും ഇത് 2022 ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ ഏപ്രിൽ 2022 ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോവാവൂ. പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഭാഗത്തൊരു ചോദ്യം ഉണ്ടാവും. അപ്പം 1-2 തവണയൊന്ന് കണ്ടു നോക്കുക. എളുപ്പമാണ്, ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.